गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रीभगवानुवाच अनाश्रितः कर्मफलं कार्यं कर्म करोति यः स सन्न्यासी च योगी च न निरग्निर्न चाक्रियः। കർമ്മഫലത്തെ ആശ്രയിക്കാതെ ആരാണോ കാര്യമായ കർമ്മത്തെ ചെയ്യുന്നത്, കാര്യമായ കർമ്മം കർത്തവ്യമായ കർമ്മം, ഒരു സന്ദർഭത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ്, അതാണ് കാര്യം. കാര്യം എന്ന് പറയുമ്പോൾ കരണീയം, കർത്തവ്യം. കർത്തവ്യം നിശ്ചയിക്കപ്പെടുന്നത് വ്യക്തിക്കനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്. ഒരു ദേശത്തിൽ കർത്തവ്യമാവില്ല വേറൊരു ദേശത്തിൽ, ഒരു കാലത്തിൽ കർത്തവ്യമാവില്ല വേറൊരു കാലത്ത്. അത് തിരിച്ചറിയുക മനുഷ്യൻ്റെ സമൂഹജീവി എന്ന രീതിയിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു അനിവാര്യതയാണ്, ഔചിത്യബോധവുമാണ്, രണ്ടുമാണ്. പലപ്പോഴും ദേശകാലങ്ങൾക്കനുസരിച്ച് തിരിച്ചറിയാതെ ഏതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വ്യക്തി, സമാജം തുടങ്ങിയ തലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊരു കാര്യം എന്താണെന്നറിയുക എന്നുള്ളത് മുഖ്യമാണ്. അത് സംസാരിക്കുമ്പോഴാകട്ടെ, പ്രവർത്തിക്കുമ്പോഴാകട്ടെ പോരാ, ചിന്തിക്കുമ്പോഴാകട്ടെ കാര്യം തിരിച്ചറിയണം. അങ്ങനെ കാര്യത്തെ ആരാണോ ചെയ്യുന്നത്, എങ്ങനെ? കർമ്മഫലം അനാശ്രിത, കർമ്മഫലത്തെ ആശ്രയിക്കാതെ. അപ്പം ഇത് വാസ്തവത്തിൽ കർമ്മയോഗമാണ്. ഇത് കർമ്മസന്യാസമല്ല. എന്താണ് കർമ്മസന്യാസവും കർമ്മയോഗമുള്ള വ്യത്യാസം? കർമ്മസന്യാസത്തിൽ കർമ്മം പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു, അയാൾ കർമ്മം ചെയ്യുന്നില്ല. കർമ്മയോഗത്തിലാകട്ടെ കർമ്മം ചെയ്യുന്നുണ്ട്, പക്ഷേ ഫലകാംക്ഷയില്ല. ഇതാണ് കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കർമ്മയോഗമാണ്. അങ്ങനെ കർമ്മയോഗാനുഷ്ഠാനം ചെയ്യുന്നത് ആരാണോ സന്യാസി, അവൻ സന്യാസിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ശാസ്ത്രവിരുദ്ധമാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ തന്നെ വാക്യത്തിന് വിരുദ്ധമാണ്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ എന്ന് വ്യക്തമായി 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ യാവാനർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത എന്ന് നിവൃത്തിയെയും കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന എന്ന് പ്രവൃത്തിയെയും വേർതിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാൻ തന്നെ വേർതിരിച്ച് പറഞ്ഞതിന് വിരുദ്ധമാണ് ഈ പ്രയോഗം. പക്ഷേ ഇത് നമ്മളൊക്കെ ചെയ്യാറുണ്ട്, പ്രശംസിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിന്ദിക്കാൻ വേണ്ടി. രണ്ടിനും നമ്മൾ ഒന്നിനെ മറ്റൊന്നാക്കി പറയാറുണ്ട്, ഇല്ലേ? രണ്ടുമുണ്ട്. രണ്ടും പതിവില്ലേ? എന്താ അഭിപ്രായം? പൊന്നുമോനെ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതെങ്ങനെയാണ് പൊന്നാവുക? പൊന്നല്ലല്ലോ.
അപ്പം അത് പ്രശംസാർത്ഥമാണ്. ഇനി മനുഷ്യനെ നോക്കിയിട്ട് പട്ടി, പൂച്ച എന്നൊക്കെ പൂച്ച എന്ന് പൊതുവെ വിളിക്കാറില്ല, നായ എന്നൊക്കെ വിളിക്കാറുണ്ട്, കഴുത എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് കഴുതയല്ല, മനുഷ്യനാണ്. അത് നിന്ദാർത്ഥമാണ്. ഇപ്പം കഴുതയല്ലാത്തതിനെ കഴുതാന്ന് വിളിക്കുന്നു, പൊന്നല്ലാത്തതിനെ പൊന്നെന്ന് വിളിക്കുന്നു. പൊന്നു മോനെന്ന് വിളിക്കണേ കുറച്ച് വിവരക്കേടാന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനേക്കാൾ എത്രയോ വിലയുള്ള സാധനങ്ങളാണ് ഇറിഡിയം, അല്ലേ, യുറാനിയം. അതെ, അപ്പോൾ കുറച്ചും കൂടി സ്നേഹം കൂടിയാൽ ഇറിഡിയം മോനെ എന്താണ് എന്നൊക്കെ വിളിക്കേണ്ടതാണ്. യുറാനിയം മോനെ, പ്ലൂട്ടോണിയം മോനെ എന്നൊക്കെ വിളിച്ചാൽ നല്ലതാണ്. അപ്പം നിന്ദാർത്ഥവും പ്രശംസാർത്ഥവും നമ്മൾ അന്യനാമം പറയാറുണ്ട്. അത് തന്നെ അവിടെ സന്യാസമല്ലാത്തതിന് സന്യാസം എന്ന് പറയുകയാണ്. രണ്ട് കാരണം. ഒന്ന്, അർജുനൻ സന്യാസം ഇച്ഛിക്കുന്നു, അതേ സമയത്ത് അവന് സന്യാസം അധികൃതമല്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് സന്യാസം എന്ന് പറയുകയാണ്. സത്യത്തിൽ ഇത് സന്യാസം അല്ല, അത് ഭഗവാന്റെ ചെറിയൊരു തട്ടിപ്പാണത്. സന്യാസീച്ച യോഗീച്ച എന്നാ നിരഗ്നിർണ ചാക്രിയ. അല്ലാതെ നിരഗ്നിയോ അക്രിയനോ ആയതുകൊണ്ട് ഒരാൾ സന്യാസിയാവുന്നില്ല. ഇതിൻ്റെ ഭാഷ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏവം ഭൂതഃ സൻ കാര്യം കർത്തവ്യം നിത്യം കാമ്യ വിപരീതം അഗ്നിഹോത്രാദികം കരോതി നിർവർത്തയതി യഹ കശ്ചിത് ഈദൃശഃ കർമ്മി സഹ കർമ്മ്യന്തരേഭ്യഃ വിശിഷ്യതേ ഇത്യേവമർത്ഥമാഹ സ സന്യാസീ ച യോഗീ ച ഇതി. അതിന് മുമ്പുള്ള ഭാഗം നമ്മൾ വായിച്ചു ഇന്നലെ. ഇവിടെ നിങ്ങോട്ടാണ് വേണ്ടത്. ഏവം ഭൂതഃ സൻ കാര്യം കർത്തവ്യം നിത്യം കാമ്യവിപരീതം അഗ്നിഹോത്രാദികം കരോതി നിർവർത്തയതി യഃ കശ്ചിത് ഈദൃശഃ കർമ്മി സഹ കർമ്മ്യന്തരേഭ്യഃ വിശിഷ്യതേ ഇത്യേവമർത്ഥം ആഹ സഹ സന്യാസി ച യോഗി ച ഇതി. അപ്പം ഇങ്ങനെയുള്ളവൻ ഏവം ഭൂതഃ സൻ, ഇങ്ങനെയുള്ളവൻ എങ്ങനെയുള്ളവൻ? അനാശ്രിത കാര്യം കർമ്മ യഹ കരോതി. അനാശ്രിതനായിട്ട് ആര് കാര്യമായ കർമ്മത്തെ ചെയ്യുന്നുവോ ഏവം ഭൂതഃ, അങ്ങനെയുള്ളവൻ. കർത്തവ്യം, കർത്തവ്യത്തെ ചെയ്യുന്നു. അവിടെ ഭാഷ്യകാരൻ പ്രത്യേകം പറയുകയാണ് കാമ്യവിപരീതം അഗ്നിഹോത്രാദികം. കാമ്യവിപരീതം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. അതെന്തിനാ? നിത്യം നൈമിത്തികം കാമ്യം പ്രായശ്ചിത്തം എന്നുള്ളതിൽ ഏത് തരം കർമ്മത്തെയാണ് ഇയാൾ ചെയ്യുന്നത്? കാമ്യമല്ലാത്ത. കാമ്യം ചെയ്യുന്ന ആളെ സന്യാസി എന്ന് പറയാൻ പറ്റില്ല. കാമ്യം എന്ന് പറഞ്ഞാൽ കാമനാപൂരണത്തിനായിക്കൊണ്ടുള്ള കർമ്മം. അത് ചെയ്യുന്ന ആളെ സന്യാസി എന്ന് ഒരു തരത്തിലും പ്രശംസിക്കാൻ പറ്റില്ല. അതൊരു വിഷയമാണ്. സമൂഹത്തിന് വേണ്ടി ചെയ്താലോ എന്ന് ചോദ്യമുണ്ട്. അത് കർമ്മയോഗം ശരിയാണത്. നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഒട്ടും മമത്വകാംക്ഷയില്ലാതെ ഒരാൾ കാമ്യം ചെയ്താൽ പോലും വേണമെങ്കിൽ അത് കർമ്മയോഗമാണെന്ന് വ്യാഖ്യാനിക്കാം. കാരണം ഒട്ടും ഉണ്ടാവരുത്. പക്ഷെ അത് പറയാൻ വളരെ എളുപ്പമാണ് പറയാൻ. അത് അത്രയും പ്രയാസമാണ്. ആചാര്യസ്വാമിയൊന്നും കാമ്യം ചെയ്തിട്ടില്ല. ഇത് ചോദിച്ചതാണ് ചോദ്യം. കാമ്യം ലോകസംഗ്രഹാർത്ഥം സമാജത്തിന് വേണ്ടി ചെയ്താലോ എന്നാണ് ചോദ്യം. അതൊരു സങ്കീർണമാണ്. കാരണം എന്താ വെച്ചാൽ കാമ്യത്തോട് ഇടപഴകി കഴിയുമ്പോൾ അത്രയും ഒരു ഉന്നതമായ അവസ്ഥയിലെത്തിയ ആളാണെങ്കിൽ സമ്മതിച്ചു, പ്രശ്നമില്ല. അത് കർമ്മയോഗിയുടെ തലമല്ല വാസ്തവത്തിൽ. അങ്ങനെയല്ല. അത് ശ്രദ്ധിക്കൂ. അതായത്
കർമ്മയോഗിയാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് സന്യാസിയല്ല. അയാൾ സന്യാസിയാകുന്നു എന്ന് പറയുന്നത് സന്യാസിയെ കൊണ്ടല്ല, മറിച്ച് കർമ്മയോഗിയെ കൊണ്ടാണ്. കർമ്മയോഗി തത്വവിജ്ഞാനിയല്ല. തത്വജ്ഞാനാർത്ഥം ചിത്തശുദ്ധിക്ക് വേണ്ടി സാധനകൾ അനുഷ്ഠിക്കുന്ന ആളാണ് കർമ്മയോഗി. അയാളെയാണ് ഇവിടെ പ്രശംസിക്കുന്നത്. അപ്പം അയാൾക്ക് കാമ്യം ലോകസംഗ്രഹാർത്ഥം ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ വെറുതെ പ്രസംഗിക്കാനേ പറ്റൂ. കാരണം അയാൾ തത്വവിജ്ഞാനിയല്ല, കർമ്മയോഗി വിജ്ഞാനിയല്ല. അതുകൊണ്ട് അയാൾ കാമ്യം ചെയ്താൽ അറിയാതെ അതിൽ ബന്ധിക്കപ്പെടും. അതുകൊണ്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ വ്യക്തമായിട്ട് കാമ്യ വിപരീതം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വിജ്ഞാനിയായ മഹാപുരുഷൻ കാമ്യ വിപരീതം ചെയ്തു വെച്ചാൽ അത് നമുക്ക് മനസ്സിലാക്കാം. അയാൾക്ക് കാമനയില്ല, എന്നിട്ട് അയാൾ കാമ്യം ചെയ്തു വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കാമ്യമില്ലാത്ത ആൾ കാമ്യം ചെയ്യുന്നു, അത് ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. എന്ന് മാത്രമല്ല, ഭഗവാൻ അത് ഗീതയിൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാൻ തഥാ സക്ത ചികീർഷുർ ലോകസംഗ്രഹം എന്ന് ഭഗവാൻ തന്നെ നിർദ്ദേശിച്ചിട്ടുണ്ടത്. പ്രത്യേകിച്ച് പറയാനുള്ളത് രണ്ടും കൂട്ടിക്കുഴയ്ക്കരുത്. വിജ്ഞാനിയുടെ ലോകോപകാരാർത്ഥം ചെയ്യുന്ന കർമ്മത്തെ കർമ്മയോഗിയുടെ കർമ്മമായിട്ടോ തിരിച്ചോ ആരും കൂട്ടിച്ചേർക്കരുത്. ചേർത്താൽ ശാസ്ത്രാർത്ഥം അപകടത്തിലാവും. ശരി, അപ്പം അതുകൊണ്ട് കാമ്യ വിപരീതമായിട്ടുള്ള അഗ്നിഹോത്രാദി കർമ്മങ്ങളെ ചെയ്യുന്നു. ഏതിനെ? നിത്യത്തെ, നൈമിത്തികത്തെ. മതി, വേണമെങ്കിൽ പ്രായശ്ചിത്തത്തെ എന്നും പറയാം. പക്ഷെ കാമ്യമല്ലാത്തതിനെ ചെയ്യുന്നു. നിർവർത്തയതി യഹ കശ്ചിത്, യാതൊരുവനാണോ ഈദൃശ കർമ്മി, ഇങ്ങനെയുള്ള കർമ്മി ആരാണോ, സഹ അയാൾ കർമ്മ്യന്തരേഭ്യ, മറ്റ് കർമ്മികളിൽ നിന്നും, മറ്റ് സാമാന്യ കർമ്മികളിൽ നിന്നും വിശിഷ്യതേ, വിശിഷ്ടനാകുന്നു. ഇത്യേവമർത്ഥം, ഈ അർത്ഥത്തെ പറയുന്നു. എന്താ പറയണത്? സന്യാസി ച യോഗി ച, അയാൾ സന്യാസിയുമാണ് യോഗിയുമാണെന്ന്. സത്യത്തിൽ അയാൾ സന്യാസിയല്ല, യോഗിയല്ല ആണെന്ന് ഭഗവാൻ പറയുന്നു. അതിനെ അവിടെ സന്യാസം എന്നുള്ളത് സമമുണ്ട്. എവിടെയാണ്? കർമ്മഫല സന്യാസം അവിടെ ഉണ്ട്. ആ കർമ്മഫല സന്യാസത്തെ മുൻനിർത്തിയിട്ട് അർജുനനെ പ്രോത്സാഹിപ്പിക്കാനും പ്രേരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് പറയുന്നത്. സന്യാസ പരിത്യാഗ സ യസ്യ അസ്തി സ സന്യാസി ച യോഗി ച, യോഗ ചിത്തസമാധാനം സ യസ്യ അസ്തി സ യോഗി ച ഇത്യേവം ഗുണസമ്പന്ന അയം മന്തവ്യ. സന്യാസ പരിത്യാഗ സഹ യസ്യ അസ്തി സഹ സന്യാസി ച യോഗി ച, യോഗഃ ചിത്തസമാധാനം സഹ യസ്യ അസ്തി സ യോഗി ച ഇത്യേവം ഗുണസമ്പന്നഃ അയം മന്തവ്യഃ. സന്യാസം പരിത്യാഗമാണ്, ഉപേക്ഷ. അവിടെ പരിത്യാഗം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അപ്രസക്തമായി വിട്ടുപോകലാണ്. അല്ലാണ്ട് ഒന്നിനെ ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിക്കലല്ല, മറിച്ച് അത് അപ്രസക്തമായി കൊഴിഞ്ഞുപോയി, അങ്ങനെ പരിത്യജിക്കപ്പെട്ടു. അപ്പോളേ പരിത്യജിക്കപ്പെടുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്തിനെങ്കിലും മാറ്റി വെച്ചു പറഞ്ഞിട്ട് പരിത്യജിക്കപ്പെടുന്നില്ല. അങ്ങനെയുള്ള പരിത്യാഗം ആർക്കുണ്ടോ അവനാണ് സന്യാസി. ഇവിടെ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് കാമ്യകർമ്മങ്ങളുടെ പരിത്യാഗം. രണ്ട് ത്യാഗവും പരിത്യാഗവും ഒന്ന് തന്നെയാണ്.
2 ഏഷണകളുടെ പരിത്യാഗം. എല്ലാ പ്രകാരത്തിലുമുള്ള ത്യാഗമെന്ന് ഉപസർഗം ചേരുമ്പോൾ അർത്ഥമാവും. എല്ലാ പ്രകാരത്തിലുള്ള ത്യാഗം. ഇപ്പം ത്യാഗം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകാരത്തിലും ത്യജിച്ചു എന്ന് അർത്ഥമില്ല. ഉണ്ടോ? ഇല്ല. അപ്പം ഞാനൊന്നിനെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഉപേക്ഷിച്ചു, പക്ഷെ അതിൽ ചെറിയൊരു മമത്വം അവിടെ കിടക്കുന്നുണ്ട്, ഇല്ലേ? അങ്ങനെ ഇല്ലേ? ആ പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണില്ല. അത് പറച്ചിലൊക്കെ ഉപേക്ഷിച്ച് ഞാൻ കൊടുത്തതാ, ഞാനത് അമ്പലത്തിലേക്ക് കൊടുത്തതാ, പിന്നെന്താ? ഞാനത് പൂർണ്ണമായിട്ട് അവിടെ എന്താ ഞാൻ കൊടുത്തത്? പ്രദക്ഷിണ വഴിയത്തെ കല്ലാണ് അമ്പലത്തിൽ. എന്നിട്ട് പ്രദക്ഷിണ വഴിയത്തെ കല്ലിൽ ലംബോദരൻ നായരുടെയും ദാക്ഷായണി അമ്മയുടെയും സ്വർഗസ്ഥന്മാരായ പാവനസ്മരണയ്ക്കായിക്കൊണ്ട് മക്കൾ രവീന്ദ്രൻ, അമേരിക്ക, രഞ്ജിനി, ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ ഒരു സെൻറ്റിമീറ്റർ സ്ഥലം പോലും ആ കല്ലിൽ ബാക്കിയില്ലാതെ എഴുതി വച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ സരസ്വതിയെ ചവിട്ടിക്കണം ജനങ്ങളെ കൊണ്ട്. സരസ്വതിയെ ചവിട്ടാൻ പാടില്ല, അക്ഷരം ചവിട്ടാൻ പാടില്ല. അക്ഷരം ചവിട്ടുന്നത് നമ്മുടെ സംസ്കാരമല്ല. ഇത് ചവിട്ടാണ്ട് നിവൃത്തിയില്ല, ഇല്ലെങ്കിൽ നമ്മൾ വേറെ വല്ലതും പഠിക്കേണ്ടി വരും. അത് കാരണം കല്ല് മുഴുവൻ എഴുതി വച്ചിരിക്കുക. അപ്പോൾ അവിടെ ത്യാഗമാണ് എന്ന് പറയാം, പക്ഷെ പരിത്യാഗം അല്ല. അത് വിട്ടിട്ടില്ല, എല്ലാ പ്രകാരത്തിലും വിട്ടിട്ടില്ല. അത് ചിന്തിക്കുക. ശരി. അപ്പോൾ സന്യാസം ആർക്കുണ്ടോ അവൻ സന്യാസി, യോഗം ആർക്കുണ്ടോ അവൻ യോഗി. യോഗം എന്താണ് ഇവിടെ പറയുന്ന അർത്ഥം? പല സ്ഥലത്ത് പല അർത്ഥമുണ്ട്, സന്ദർഭം അനുസരിച്ച് പല അർത്ഥങ്ങൾ യോഗത്തിന് പറയും. ഇവിടെ പറയുകയാണ് ചിത്തസമാധാനം. അതാണ് ഇവിടെ യോഗം. ഈ സന്ദർഭത്തിൽ പല സന്ദർഭത്തിൽ പല അർത്ഥങ്ങളാണ് പറയുന്നത്. ചില സ്ഥലത്ത് ഈശ്വര സാക്ഷാത്കാരം, ആത്മബ്രഹ്മൈക്യം, സമാധി, പലതരത്തിൽ യോഗം എന്നുള്ളതിന് അർത്ഥം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയണത് ചിത്തസമാധാനം, അന്ധക്കരണത്തിൻ്റെ സമാധാനം, സമ്യക് ആധാനം ചെയ്യപ്പെട്ട അവസ്ഥ. സമാധാനം എന്ന് പറഞ്ഞാൽ സമ്യക് നല്ല പോലെ ആധാനം പിടിച്ചു ചേർക്കപ്പെട്ട അവസ്ഥ. പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ നമ്മുടെ തന്നെ പിടിയിൽ മനസ്സ് നിൽക്കുന്ന അവസ്ഥയാണ് സമാധാനം. സമാധാനം ഉണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രം ശ്രവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നുണ്ടാവും, മനസ്സ് വേറെ എവിടെയോ പോകുന്നുണ്ടാവും. അതാണ്. അപ്പോൾ ഈ സമാധാനം ആർക്കുണ്ടോ അവനാണ് യോഗി. ഇങ്ങനെ ഉള്ളവനാണ് അവനെന്ന് മനസ്സിലായിക്കൊള്ളണം എന്ന് പറയുകയാണ്. പ്രശംസയാണത്. ന കേവലം നിരഗ്നി അക്രിയ ഏവ സന്യാസി യോഗി ചൈതി മന്തവ്യ. ന കേവലം നിരഗ്നി അക്രിയ ഏവ സന്യാസി യോഗി ച ഇതി മന്തവ്യ. താത്പര്യം അക്രിയനും നിരഗ്നിയുമായവൻ മാത്രമാണ് സന്യാസി എന്നാരും വിചാരിക്കരുത്. അത് ലോകസാമാന്യമായിട്ടത് ശരിയാണ്. നിരഗ്നിയും അക്രിയനുമാണ് സന്യാസി. പക്ഷെ അതുകൊണ്ട് മാത്രം സന്യാസിയാണെന്ന് വിചാരിക്കരുത്. ഇപ്രകാരം കർമ്മയോഗം ആർക്ക് സിദ്ധമാണോ അവനും യോഗിയും സന്യാസിയുമാണെന്ന് മനസ്സിലായിക്കൊള്ളണമെന്ന് പ്രശംസ പറയുകയാണ്. നിരഗ്നി അഗ്നിയെ ഉപേക്ഷിച്ചവൻ, അഗ്നിക്രിയകളെ ഉപേക്ഷിച്ചവൻ, അക്രിയൻ ക്രിയകളെ ചെയ്യാത്തവൻ. നിർഗത അഗ്നയ കർമാംഗഭൂതാ യസ്മാത് സ നിരഗ്നി. അക്രിയാ ച അനഗ്നി സാധന അപി അവിദ്യമാനാ ക്രിയാ തപോദാനാദികാ യസ്യ അസൗ അക്രിയ. നിർഗത അഗ്നയ
കർമാംഗഭൂതാഃ യസ്മാത് സ നിരഗ്നിഃ അക്രിയഃ ച അനഗ്നിസാധന അപി അവിദ്യമാനാഃ ക്രിയാഃ തപോദാനാദികാഃ യസ്യ അസൗ അക്രിയഃ. അപ്പോൾ കർമാംഗഭൂതങ്ങളായ അഗ്നികൾ മുഴുവൻ ആരിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടോ? എന്താ ഈ കർമാംഗഭൂതങ്ങളായ അഗ്നികൾ എന്ന് പറഞ്ഞാൽ? അഗ്നിഹോത്ര നിർവഹണത്തിനായിക്കൊണ്ട് സ്വീകരിക്കപ്പെടുന്ന അഗ്നികൾ എല്ലാം ഒഴിവാക്കിയവൻ. എല്ലാ അഗ്നികളെ ഉപേക്ഷിച്ചു. എല്ലാ അഗ്നികളെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഗാർഹപത്യം, ആഹവനീയം, പിന്നെ ദക്ഷിണാഗ്നി തുടങ്ങിയ എല്ലാം ഉപേക്ഷിച്ചു. അഗ്നികളെ മുഴുവൻ ഉപേക്ഷിച്ചു. അതിൽ നിത്യക്രിയകളിലാണ് നമ്മൾ വിവിധ അഗ്നികളെ കൊണ്ടുവന്ന് ജ്വലിപ്പിക്കുന്നത്. അല്ലാതെ പഴയ വൈദികമായ വീക്ഷണത്തിനനുസരിച്ച് ഓരോ വീട്ടിലും ഗാർഹപത്യ അഗ്നി ഉണ്ടാവും. പിന്നീട് തീപ്പെട്ടി വന്നപ്പോൾ ഗാർഹപത്യ അഗ്നിയുടെ ആവശ്യം ഇല്ലാതായി. ഇപ്പോൾ തീപ്പെട്ടിയും പോയി അല്ലേ? ഇപ്പോൾ ചൈനീസ് ലൈറ്ററാണ് കൂടുതൽ. തീപ്പെട്ടി ഇപ്പോൾ വളരെ കുറഞ്ഞു, കാണുന്നില്ല, വളരെ കുറഞ്ഞു. അപ്പോൾ ഗാർഹപത്യമാണ് സൂക്ഷിക്കുന്നത്. ഗാർഹപത്യത്തിൽ നിന്ന് കൊളുത്തി കൊണ്ടുവരുന്നതാണ് ആഹ്വനീയം. അങ്ങനെ വഹിച്ചു കൊണ്ടുവരുന്നത് എന്ന് അത് ജ്വലിപ്പിക്കുന്ന കുണ്ടത്തിൽ. ഏതായാലും ഇങ്ങനെയുള്ള അഗ്നികളെ മുഴുവൻ ഉപേക്ഷിച്ചവൻ സന്യാസി. അപ്പം ഞാൻ അഗ്നികളെ ഉപേക്ഷിച്ചു, അതുകൊണ്ട് സന്യാസിയായി, ശരി തന്നെ. പക്ഷെ അഗ്നികളെ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം സന്യാസിയാന്ന് പറയാൻ പറ്റില്ല. അതുപോലെ അക്രിയ, അഗ്നി ഉപേക്ഷിച്ചാൽ തന്നെയും വേറെയും ക്രിയകൾ ഉണ്ടാവാലോ. തപസ്, ദാനം തുടങ്ങി പല ക്രിയകളുണ്ട്. എല്ലാം ഒഴിവാക്കിയവൻ, എല്ലാ ക്രിയകളെയും ഒഴിവാക്കിയവൻ, നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്താദി സകലത്തെയും ഒഴിവാക്കിയവൻ. ആനന്ദമഗ്നനായിരിക്കുന്നു, ഒരു ക്രിയയും ചെയ്യേണ്ട ആവശ്യമില്ല. അവനാണ് യഥാർത്ഥ അക്രിയൻ. അപ്പം ഇവിടെ പറയണത് അക്രിയനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം സന്യാസിയാവില്ല എന്നാ. അത് ബാഹ്യമായ അക്രിയത്വമാണ്. ഒരാൾ ബാഹ്യമായി ക്രിയ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, ക്രിയ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം സന്യാസിയാവുന്നില്ല എന്നർത്ഥം. വ്യക്തമാണല്ലോ. നനു ച നിരഗ്നേഹ അക്രിയസ്യ ഏവ ശ്രുതിസ്മൃതി യോഗശാസ്ത്രേഷു സന്യാസിത്വം യോഗിത്വം ച പ്രസിദ്ധം. കഥമിഹ സാഗ്നേഹ സക്രിയസ്യ സന്യാസിത്വം യോഗിത്വം ച അപ്രസിദ്ധമുച്യതേ ഇതി. ഒരു സംശയമാണ്, പൂർവപക്ഷമല്ല. ഇത് പൂർവപക്ഷമായിട്ട് എടുക്കണ്ട, സംശയമായിട്ട് എടുത്താൽ മതി. പൂർവപക്ഷമായിട്ട് എടുക്കുന്നതിനും വിരോധമൊന്നുമില്ല, രണ്ടായിട്ടും എടുക്കാം. നനു ച നിരഗ്നേഹ അക്രിയസ്യ ഏവ ശ്രുതിസ്മൃതി യോഗശാസ്ത്രേഷു സന്യാസിത്വം യോഗിത്വം ച പ്രസിദ്ധം. കഥം ഇഹ സാഗ്നേഹ സക്രിയസ്യ സന്യാസിത്വം യോഗിത്വം ച അപ്രസിദ്ധം ഉച്യതേ ഇതി. ഇരിക്കട്ടെ, അവിടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിനുത്തരം പറഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി. എന്താണ് ചോദ്യം? നിരഗ്നിയും അക്രിയനുമായ ആൾക്കാണ് ശ്രുതി സ്മൃതി യോഗശാസ്ത്രങ്ങളിലൊക്കെ സന്യാസിത്വം പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? നിരഗ്നിയും അക്രിയനുമായ ആൾക്കാണ് സകല ശാസ്ത്രങ്ങളിലും സന്യാസം പറഞ്ഞിട്ടുള്ളത്. സന്യാസി എന്ന് പറഞ്ഞാൽ നിരഗ്നിയാണ്, സന്യാസി എന്ന് പറഞ്ഞാൽ
അക്രിയനാണ്. എന്നിരിപ്പോൾ നിങ്ങളിപ്പോൾ അവിടെ പറയുകയാണെന്ത്, നിരഗ്നിയും അക്രിയനും ആയതുകൊണ്ട് സന്യാസിയാവുന്നില്ല, പകരം കർമ്മഫലത്തെ ആശ്രയിക്കാതെ കർമ്മം ചെയ്യുന്ന ആൾ സന്യാസിയാന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പം കർമ്മം ചെയ്യുന്ന ആൾ എങ്ങനെയാണ് സന്യാസിയാവുക? അയാൾ കർമ്മയോഗിയല്ലേ. എന്ന് മാത്രമല്ല, കർമ്മയോഗവും സന്യാസവും രണ്ടാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ തന്നെ, 3-ാം അധ്യായത്തിലൊക്കെ 2-ാം അധ്യായത്തിലൊക്കെ. പിന്നെ എങ്ങനെയാണ് ഇവിടെ അങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ സാഗ്നിയും സക്രിയനുമായവന് സന്യാസിത്വം യോഗിത്വം അപ്രസിദ്ധമാണല്ലോ, അതെങ്ങനെയാണ് നിങ്ങൾ പറയണത്? ചോദ്യം. നൈഷദോഷ കയാചിത് ഗുണവൃത്യ ഉഭയസ്യ സംപിപാദയിഷിതത്വാത്. നൈഷദോഷ കയാചിത് ഗുണവൃത്യ ഉഭയസ്യ സംപിപാദയിഷിതത്വാത്. സംപിപാദയിഷിത, അതിൻ്റെ ത്വാത്. ശരി, അത് കുഴപ്പമില്ലെന്നേ. നൈഷദോഷ, നൈഷദോഷം, ഒരു കുഴപ്പമില്ല. നീ പറഞ്ഞ കുറ്റം ഇവിടെ ഇല്ല. നിന്റെ വാക്കെനിക്ക് മനസ്സിലായി, പക്ഷെ നീ പറഞ്ഞ കുഴപ്പമില്ല. എന്തുകൊണ്ടില്ല? ഏതോ ഒരു ഗുണവൃത്തി കൊണ്ട് സന്യാസിത്വത്തെ സമ്പാദിക്കാൻ ഇച്ഛിക്കപ്പെടുന്നത് കൊണ്ട്. സംപിപാദയിഷിതത്വാതെന്ന് പറഞ്ഞ അർത്ഥം സമ്പാദിക്കാൻ ഇച്ഛിക്കപ്പെടുന്നത് കൊണ്ട്. എന്തിനെ സമ്പാദിക്കാൻ ഇച്ഛിക്കപ്പെടുന്നത് കൊണ്ട്? സന്യാസിത്വത്തെ. എവിടെ? സക്രിയനും സാഗ്നിയുമായ ആൾക്ക്. അതെങ്ങനെയാ അത് സാധിക്കുക? കയാചിത് ഗുണവൃത്തിയ, ഏതോ ഒരു ഗുണവൃത്തി കൊണ്ട്. ഈ ഗുണവൃത്തി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മനുഷ്യനെ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് അവനൊരു പൂച്ചയാണെന്ന് പറഞ്ഞു, അല്ലേ? അതെ, അവനൊരു പൂച്ചയാണ്. അല്ലെങ്കിൽ വേണ്ടില്ല, കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളെ നാട് മുഴുവൻ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. എത്ര പേര് ഓർമ്മിക്കുന്നുണ്ടെന്നറിയില്ല. ആ ഐസ്ക്രീം കേസൊക്കെ നല്ലോണം ജ്വലിച്ചു നിന്ന സമയത്ത് നമ്മുടെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഇയാൾ പുലിയാണെന്ന് മുസ്ലിം ലീഗ് വെച്ച പോസ്റ്ററായിരുന്നു. അതെങ്ങനെയാ ഒരു മനുഷ്യൻ എങ്ങനെയാ പുലിയാവുക? അല്ലെങ്കിൽ പണ്ടേ നമ്മുടെ ശാസ്ത്രങ്ങളിൽ കാണാം ഏവനാള് സിംഹാണെന്ന്. സിംഹോയം മാണവക, സിംഹോയം മാണവക. ഈ വിദ്യാർത്ഥി ഒരു സിംഹമാണ്. അല്ലെങ്കിൽ രാമായണമൊക്കെ വായിക്കുമ്പോൾ ആവർത്തിച്ച് പഠിക്കാം നരശാർദൂലഹ, രാമനെ കൊണ്ട് മനുഷ്യന്മാരിൽ പുലിയാണെന്ന്. മനുഷ്യന്മാരിൽ പുലിയാണ്. അപ്പം അതൊക്കെ എന്താ അർത്ഥം? എങ്ങനെയാണ് മനുഷ്യൻ പുലിയാവുക? മനുഷ്യൻ എങ്ങനെയാണ് പൂച്ചയാവുക? അതാണ് ഗുണവൃത്തിയ പറയുന്നത്. ഗുണവൃത്തിയ പറയുകയാണ്, അതിൻ്റെ ഗുണം ഇതിനുണ്ട് എന്നർത്ഥം. അതുപോലെ കർമ്മയോഗം സന്യാസമല്ലെങ്കിലും ഗുണവൃത്തി കൊണ്ട് സന്യാസം എന്ന് പറയുകയാണ്. അതെന്താ? അത് ഉപേക്ഷിക്കുക എന്നുള്ളത് ഇവിടെയുണ്ടല്ലോ. സന്യാസത്തിൽ കർമ്മത്തെ തന്നെ ഉപേക്ഷിക്കുന്നു, കർമ്മയോഗത്തിൽ കർമ്മഫലത്തെ ഉപേക്ഷിക്കുന്നു. കർമ്മഫലത്തെ ഉപേക്ഷിക്കുകയാണെങ്കിലും ഉപേക്ഷ എന്നുള്ളതുണ്ടല്ലോ. അതുകൊണ്ടാണ് സന്യാസം എന്ന് പറയണത്, സന്യാസം അല്ലെങ്കിലും. അതാണ് തത്കഥം. അതെങ്ങനെയാ തത്കഥം? അതെങ്ങനെ? കർമ്മഫല സങ്കല്പ സന്യാസാത്. സന്യാസിത്വം യോഗാംഗത്വേന കർമാനുഷ്ഠാനാത് കർമ്മഫല സങ്കല്പസ്യ വാ ചിത്തവിക്ഷേപഹേതോഃ പരിത്യാഗാത് യോഗിത്വം ച ഇത് ഗൗണം ഉഭയം. ന പുനഃ മുഖ്യം സന്യാസിത്വം യോഗിത്വം ച അഭിപ്രേതം ഇത്യേതമർത്ഥം ദർശയിതുമാഹ. കർമ്മഫല സങ്കല്പ സന്യാസാത് സന്യാസിത്വം യോഗാംഗത്വേന ച കർമാനുഷ്ഠാനാത് കർമ്മഫല സങ്കല്പസ്യ വാ
ചിത്തവിക്ഷേപഹേതോः പരിത്യാഗാത് യോഗിത്വം ച ഇതി ഗൗണം ഉഭയം ന പുനഃ മുഖ്യം സന്യാസിത്വം യോഗിത്വം ച അഭിപ്രേതം ഇത്യേതമർത്ഥം ദർശയിതും ആഹാ. പറയാണ്, ഈ കർമ്മഫല സന്യാസമുണ്ടല്ലോ ഇവിടെ. കർമ്മഫലം ഇതെനിക്ക് വേണം, ഇതിൻ്റെ ഫലം എനിക്ക് വേണം, ഇതിൻ്റെ ഫലം എനിക്ക് വേണം എന്നുള്ള കർമ്മഫല സങ്കല്പം ഇവിടെ സന്യസിക്കപ്പെട്ടിരിക്കുന്നു. കർമ്മം സന്യസിച്ചിട്ടില്ല, അത് സന്യാസിയല്ല. കർമ്മഫല സങ്കല്പം സന്യസിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അയാൾക്ക് സന്യാസിത്വമുണ്ട്. ഇപ്പോൾ സന്യാസിയാണോ? അല്ല. അല്ലേ? ആണ്. കാരണം കർമ്മഫലസങ്കല്പം സന്യസിച്ചിരിക്കുക. അങ്ങനെയാണ് അയാൾ സന്യാസിയാന്ന് പറഞ്ഞത്. പിന്നെ യോഗിയാന്ന് പറഞ്ഞതോ സാധനയായിട്ട് യോഗാംഗമായിട്ട് അയാൾ കർമാനുഷ്ഠാനം ചെയ്യുന്നു. അപ്പം കർമാനുഷ്ഠാനത്തെ അയാൾ യോഗമായിട്ടാണ് ചെയ്യണത്, സാധനയായിട്ടാണ് ചെയ്യുന്നത്, യോഗാംഗമായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കർമ്മഫല സങ്കല്പം ഉണ്ടാവുന്നില്ല. യോഗാംഗമായിട്ട് ചെയ്യുമ്പോൾ കർമ്മഫല സങ്കല്പം ഈശ്വരാർപ്പണം എന്നുള്ള ഭാവന വന്നാൽ പിന്നെ അതിൻ്റെ ഫലസംബന്ധമായിട്ട് നമുക്ക് ചിന്ത വരുന്നില്ല, ഒക്കെ ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ്. അപ്പോൾ യോഗിത്വം വന്നു, അതൊക്കെ ചിത്തവിക്ഷേപം ഉണ്ടാവുന്നില്ല, ഇല്ലേ? ചിത്തവിക്ഷേപം ഉണ്ടാവണില്ല. ചിത്തവിക്ഷേപം ഉണ്ടാവണുണ്ടെങ്കിലോ സമർപ്പണമായിട്ടില്ല. അല്ലേ? അത് വ്യക്തമല്ലേ? അത് ചിന്തിക്കുക. അതുകൊണ്ട് യോഗിത്വമുണ്ട്. ഇങ്ങനെ സന്യാസിത്വവും യോഗിത്വവും അവിടെ ഗൗണമാണ്, മുഖ്യമല്ല. മുഖ്യമല്ലാത്തത് ഗൗണം. അപ്പം പിന്നെ മുഖ്യമായ സന്യാസവും യോഗിത്വവും എന്താണ്? അത് പറയാം. അത് മുഖ്യമല്ല, ഇത് ഗൗണമാണ്. പ്രോത്സാഹനത്തിനാണ്. പറയണ്ടോ? സന്തോഷം. പറയണ്ട, നമ്മൾക്ക് പറയാലോ. പ്രോത്സാഹനാർത്ഥം എന്ന് പറയണ്ട, അതാണല്ലോ അതിനർത്ഥം. ആക്കാലോ, പ്രമാണാക്കാലോ. ഭഗവത്ഗീത പ്രമാണശാസ്ത്രമായതുകൊണ്ട് ഇതിൻ്റെ ഓരോ വാക്കും പ്രമാണമാണ്. അപ്പം അതിങ്ങനെയാണെന്ന് സമർത്ഥിച്ചേക്കരുത്. കാരണം സന്ദർഭം അനുസരിച്ചേ പ്രമാണം എടുക്കാൻ പാടുള്ളൂ. പൂർവാപര വൈരുദ്ധ്യം വരരുത്. കാരണം ഇത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് സന്യാസമാണെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാക്യത്തിന് തന്നെ വിരുദ്ധമാകും. കാരണം ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്തമയാനഘ എന്ന് ഭഗവാൻ 3-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വിരുദ്ധമാകും ഇത്. അപ്പോഴോ അതുകൊണ്ട് ഏത് വാക്യവും പ്രമാണമായിട്ട് എടുക്കരുത്. ഇപ്പോൾ തമാശയ്ക്ക് പറയണത് പ്രമാണമായിട്ട് എടുക്കരുത്, ദൃഷ്ടാന്തങ്ങളായിട്ട് ഉള്ളത് എടുക്കരുത്, അതൊന്നും എടുക്കരുത്. എന്ത്? അങ്ങനെയാകുമ്പോൾ ശാസ്ത്രത്തിൻ്റെ മൊത്തം താല്പര്യം നോക്കണം. ലോകേസ്മിൻ ദ്വിവിധാനിഷ്ഠ എന്ന് പറഞ്ഞതാണ് വിരുദ്ധം, ഇതാണ് ശരി എന്ന് ഗൃഹസ്ഥന്മാർ വ്യാഖ്യാനിച്ചേക്കാം. അങ്ങനെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മറുപടി ശാസ്ത്ര താല്പര്യത്തിന് വിരുദ്ധമാണെങ്കിൽ ഭഗവാൻ പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കില്ല എന്നാണ്. അല്ലാണ്ടെന്താ? കാരണം ഭഗവാൻ പറയുന്നുണ്ട് തത്വാ ശാസ്ത്രം പ്രമാണം തേ, ശാസ്ത്രമാണ് നിനക്ക് പ്രമാണം. അപ്പോൾ വേദവിരുദ്ധമായിട്ട് ശ്രീകൃഷ്ണനോ ശ്രീരാമനോ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കില്ല. കാരണം നമ്മുടെ പരമപ്രമാണം വേദമാണ്, കൃഷ്ണനല്ല, രാമനല്ല. എൻ്റെ ഭഗവാനെ, പ്രമാണത്തിന് ക്രമമുണ്ട്. വേദോഖിലോ ധർമ്മമൂലം. 2 സ്മൃതിശീലേച്ച തദ്വിദാം. 3 ആചാരശ്ചൈവ സാധൂനാം. 4 ആത്മനസ്തുഷ്ടിരേവച്ച. 4-ാം പ്രമാണം 3-നനുസരിച്ചായിരിക്കണം, 3 2-നനുസരിച്ചായിരിക്കണം, 2 1-നനുസരിച്ചായിരിക്കണം. അപ്പം ജ്ഞാനികളുടെ വാക്ക് പ്രമാണമല്ലേ? ആണ്. എന്നാൽ ജ്ഞാനികളുടെ വാക്ക് വേദത്തിന് വിരുദ്ധാണെങ്കിൽ സ്വീകരിക്കരുത്.
അതിന് ക്രമമുണ്ട്, ക്രമം തെറ്റിച്ചുകൂടാ. അതുകൊണ്ടാണ് നമുക്ക് പരമപ്രമാണം വേദമാണെന്ന് പറയുന്നത്. എൻ്റെ ഗുരുവാണ്, ഗുരു പറഞ്ഞത് സ്വീകരിക്കണ്ടേ? ഗുരു പറഞ്ഞത് സ്വീകരിക്കണം. ഗുരു വേദവിരുദ്ധമായി പറഞ്ഞാൽ നമസ്തേ ഗുരോ എന്ന് പറയണം. ഗുരുനാഥന് നമസ്കാരം, എനിക്ക് എൻ്റെ വഴി, നിനക്ക് നിൻ്റെ വഴി. കാരണം നീ തന്നെ പഠിപ്പിച്ച വേദത്തിന് വിരുദ്ധമാണ് ഇപ്പം നീ പറയണത്, എനിക്ക് സ്വീകാര്യമല്ല. അവിടെ ഗുരുവല്ലേ, ഗുരുവിൻ്റെ വാക്യല്ലേ പരമപ്രമാണം. ഗുരു തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് എന്ത്? ശാസ്ത്രമാണ് പരമപ്രമാണം എന്ന്. എന്നിട്ട് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ഗുരു പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കൂല. അതന്നെ. അല്ലെങ്കിൽ ഗുരു പറയണം ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞു തരണം, എന്നാ സമ്മതിച്ചു. ഇത് വലിയ പ്രശ്നം ഉണ്ടാവുന്ന സന്ദർഭങ്ങളാണ്. ഒരു സാധകൻ്റെ ജീവിതത്തിൽ സംഘർഷമുണ്ടാകുന്ന സന്ദർഭങ്ങളാണ്. ഇത്തരം സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴേ നമുക്ക് ശാസ്ത്രത്തിൽ ഉറപ്പ് വരും. അല്ലെങ്കിൽ നമ്മൾ ഗുരുവിൽ ഉറയ്ക്കും. ഗുരുവിൽ ഉറച്ചാൽ നാളെ ഗുരു എന്ത് തോന്നിയാസം ചെയ്താലും അതിനെ അനുകൂലിക്കേണ്ടി വരും, അതിനെ ന്യായീകരിക്കേണ്ടി വരും, അതിനെ വെള്ളപൂശേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. ശരി. അപ്പം അതുകൊണ്ട് എന്താണ് പാരമാർത്ഥിക സന്യാസം? അത് വേറെ, ഇത് ഗൗണം. എങ്ങനെ ഗൗണം? പറയാം. യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ നഹ്യ സന്യസ്ത സങ്കൽപ്പോ യോഗി ഭവതി കശ്ചന. ഇത് ഭഗവാൻ ശരിക്കും ശാസ്ത്രവിരുദ്ധമായിട്ടാണ് പറയണത് ഇവിടെ. എന്തിനാ? അർജുനനെ അയാൾക്ക് അധികാരമുള്ള മാർഗത്തിൽ പ്രേരിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അയാളെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട്. അല്ലാതെ ഭഗവാൻ ഇത് പറഞ്ഞാൽ അസ്വീകാര്യമാണ്. ഭഗവാന്റെ വാക്യത്തിനും ഉപനിഷത്തിനും സമ്പൂർണമായ വേദത്തിനും വിരുദ്ധമാണ് ഈ പറയണത്. കാരണം യം സന്യാസം ഇതി പ്രാഹു, യാതൊന്നിനെ സന്യാസം എന്ന് പറയുന്നുവോ തം യോഗം വിദ്ധി പാണ്ഡവ, അതിനെ തന്നെ നീ യോഗം എന്ന് മനസ്സിലാക്കിക്കോളൂ പാണ്ഡവ. അതെങ്ങനെയാ ഭഗവാനെ? യോഗവും സന്യാസവും രണ്ടും രണ്ടല്ലേ? നീ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് ജ്ഞാന യോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം എന്ന് വേർതിരിച്ചു പറഞ്ഞിട്ടില്ലേ? എവിടെ? 3-ാം അധ്യായത്തിൽ. അതിനു മുമ്പ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏഷാ തേ വിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേതി മാം ശൃണു. അല്ലേ അർജുന? സാഖ്യത്തിലുള്ള ബുദ്ധി ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു, ഇനി യോഗത്തിലുള്ളത് കേട്ടോളൂ. അപ്പം ഇനി യോഗത്തിലുള്ളത് കേട്ടോളൂ പറഞ്ഞാൽ യോഗവും സാഖ്യവും രണ്ടും രണ്ടാണ്. ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞ ഒരാൾ ഇപ്പം പറയുകയാണ് എടോ സന്യാസം തന്നെയാണ് യോഗം. എന്തൊരു കഷ്ടം അത്! കൃഷ്ണനല്ലാണ്ട് ആർക്കാപ്പുറമൊക്കെ പറയാൻ പറ്റുക അല്ലേ? ഇങ്ങനെ മാറ്റി പറയുക എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കുക, അതിന് ന്യായീകരണം പറയാൻ പോകുന്നുണ്ട്. യോഗി ആവണമെങ്കിലും വേണമല്ലോ ഒരു സന്യാസം എന്നാ ചോദിച്ചു. യോഗത്തിനും വേണമല്ലോ ഒരു സന്യാസം. എന്ത് സന്യാസം? കർമ്മഫല സന്യാസം. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ ഇപ്പോൾ സന്യാസിച്ച് പുറപ്പെടാനല്ലേ വിചാരിക്കണത്? അർജുനൻ അങ്ങനെയാ വിചാരിച്ചത്. എവിടെ? ഗുരുന ഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈക്ഷ്യമപീഹ ലോകേ. അപ്പോൾ തൻ്റെ കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ട് ഗുരുനാഥന്മാരെ കൊല്ലേണ്ടി വരികയാണെങ്കിൽ അതൊന്നും ചെയ്യാണ്ട് സന്യസിക്കണതാ നല്ലത് എന്നാണ് വിചാരിച്ച് വെച്ചിട്ടുള്ളത് അർജുനൻ. അപ്പം ഇപ്പോൾ സന്യാസമാണ് ഇപ്പോൾ അർജുനൻ്റെ മനസ്സിലുള്ളത്, കേമാന്നുള്ളത്. അപ്പം പറയാണ് ഇത് തന്നെയാണോ സന്യാസം?
ഇത് തന്നെയാണ് സന്യാസം. അപ്പോ യാതൊന്നിനെ സന്യാസം എന്ന് പറയുന്നുവോ അതിനെ തന്നെ യോഗം എന്ന് നീ മനസ്സിലാക്കിക്കോളൂ. അത് ശരിക്കും വല്ലാത്തൊരു വാക്യം തന്നെയായത്. ഇതിൽ നമ്മൾ എപ്പോഴും ഓർമ്മിക്കാറുള്ള ദൃഷ്ടാന്തമുണ്ട്. എപ്പോഴും അത് കേട്ട് കേട്ട് മടുത്തോരാണ് ഈ കൂട്ടത്തിലുള്ളത്. എന്നാലും ഇപ്പം ഇവിടെ അതിനേക്കാൾ നല്ലൊരു ദൃഷ്ടാന്തം പറയാൻ തോന്നുന്നില്ല. അതിനേക്കാൾ നല്ല ദൃഷ്ടാന്തം നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു തന്നാൽ ഇത് ആവർത്തിക്കില്ല. ഈ ഹിമാലയത്തിൽ യാത്ര ചെയ്യണവർക്കറിയാം ഇല്ലേ? ഇവിടെ ഗൗരികുണ്ടിലൊക്കെ പോയി താമസിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇവർ വരും. എന്താ വരിക? ഘോടാവാല 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 എന്ന് പറഞ്ഞിട്ട്. എത്ര റുപ്യ? 10,000 റുപ്യ കേദാറിൽ പോയി വരുന്നതിന്. 10,000 തരില്ല, ഒരു 5,000 അല്ല, ഒരു 6,000. അപ്പോൾ ഇല്ല, 4,000 തരാം. ആ ചുരുക്കി പറഞ്ഞാൽ 5,000-നാവും വരും. അതിനേക്കാൾ കുറഞ്ഞ് ചിലപ്പോൾ 3,000-നും വരും. അങ്ങനെ കച്ചവടമാക്കി. എപ്പോൾ? രാവിലെ 8 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് പോകണം. ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് രാത്രി ഉറക്കം തന്നെ വന്നില്ല. കാരണം ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കുതിരപ്പുറത്ത് പ്രേംനസീർ സത്യനൊക്കെ പോണതൊക്കെ. അതുപോലെ ഞാനും നാളെ കുതിരപ്പുറത്ത് പോയി കയറാൻ പോവുകയാണ്. അതിങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് ഉറക്കം തന്നെ വരാണ്ടങ്ങനെ ഇരിക്കുക. രാവിലെയായി, എവൻ വന്നു, പോവാ പുറപ്പെട്ടു. അങ്ങനെ ഞാൻ മോഹന സ്വപ്നം കണ്ടുകൊണ്ടാണ് നടക്കണത് തന്നെ. ഞാൻ കുതിരപ്പുറത്ത് പോകാൻ പോണത്. കുറച്ച് ദൂരം നടന്നു, ഒരു 1/2 കിലോമീറ്ററോളം നടന്നപ്പോൾ കയറിക്കോളൂ. എടാ അത് കഴുതയല്ലേ? അല്ല, കഴുത, 1-ാം തരം കഴുത. നീ കുതിര എന്നല്ലേ പറഞ്ഞത്? അയാൾ പറയും, ഇതാണ് ഇവിടുത്തെ കുതിര. എന്നാ പിന്നെ എന്തൊരു കഷ്ടം. അയാൾക്ക് ആദ്യം തന്നെ ഗദ്ദാവാല എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ പോണിവാല എന്നോ ഗദ്ദാവാല എന്നോ പറഞ്ഞാൽ മതി. എന്നാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നോ? കഴുതപ്പുറത്ത് കയറുന്നതിന് ഒരു വിരോധവും ഇല്ല. പക്ഷെ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി. കാരണം ആദ്യം കുതിര എന്ന് പറഞ്ഞിട്ടാണ് കച്ചവടമാക്കിയത്. നിങ്ങൾ പോയി നോക്കിക്കോളൂ, പറഞ്ഞ് ശരിയല്ല, ഇങ്ങനെ തന്നെ ഉണ്ടാവുക. ഘോട പറഞ്ഞിട്ട് പിന്നെ പോണീനെയും കൊണ്ടാവാറുള്ളത്, അല്ലെങ്കിൽ ഗദ്ധേനെയും കൊണ്ടാവാറുള്ളത്. അപ്പം പിന്നെ സമാധാനം എന്താ വെച്ചാൽ ഇവിടെ അതാണ് കുതിര. ഘോട ഇതുപോലത്തെ വർത്താനാ ഭഗവാൻ പറയണത്. യാതൊന്നാണോ സന്യാസം എന്ന് പറയണത് അത് തന്നെയാണോ യോഗം? ഈ കുതിര തന്നെയാണോ കഴുത? ഒരു വ്യത്യാസമില്ല. നിനക്കെന്താ വേണ്ടത്? നിനക്ക് മുകളിൽ പോയാൽ പോരെ. അത് കഴുതേൻ്റെ മോളാണോ കുതിരേൻ്റെ മോളാണോ നീ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? മാത്രമല്ല, നിരന്ന സ്ഥലത്ത് വേഗതയിൽ പോവാൻ നല്ലത് കുതിരയാണ്. പക്ഷേ കുത്തനുള്ള കയറ്റം കയറാൻ നല്ലത് കഴുതയാണ്, കുതിരയല്ല. നിനക്കറിയാത്തോണ്ടാ. അതുകൊണ്ട് മോൻ കയറി ഇരുന്നോളൂ, ഞാൻ കൊണ്ടുപോവാം. അപ്പം തന്നെ ഭഗവാൻ പറയണത് യോഗം തന്നെയാണോ സന്യാസം? യോഗാണോ സന്യാസം? യോഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ അനുഷ്ഠിക്കലാണ് ഈശ്വരാർപ്പണ ഭാവത്തോടു കൂടി. സന്യാസം എന്ന് പറഞ്ഞാൽ കർമ്മത്തെ ഉപേക്ഷിക്കലാണ്. രണ്ടും എങ്ങനെയാണ് ഒന്നാവുക? ഭഗവാൻ പറയാണ് രണ്ടും ഒന്നാണ്. ഇത് 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സാഖ്യയോഗൗ പൃഥക് ബാലാഹ പ്രവദന്തിന പണ്ഡിതാഹ. എടോ, സന്യാസവും യോഗമൊക്കെ ഒന്നാണ് കേട്ടോ, രണ്ടാണെന്ന് കുട്ടികളാണ് പറയണത്, വിവരമില്ലാത്തവരാ പറയണമെന്ന്. അപ്പോൾ ഭഗവാൻ ആരാ? 3-ാം അധ്യായത്തിൽ വിവരമില്ലാത്ത ആള്, 2-ാം അധ്യായത്തിൽ വിവരമില്ലാത്ത ആള്. അപ്പം പറയണു അതാണ് ശരി, ഇതൊരു ശരി, ഇത്രയേ ഉള്ളൂ. ശരിക്ക് ശരിയേതാ? അത് ഏത്? 2-ലും 3-ലും പറഞ്ഞത്. ഇതൊരു ശരി, അത്രയേ ഉള്ളൂ. അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് ഭഗവാൻ തന്നെ
ഭഗവാൻ അറിയാം ഞാൻ പറയണത് ശരിയല്ല, അർജുനന് വേണ്ടി പറയണതാണെന്നറിയാം. അതുകൊണ്ട് ഭഗവാൻ ന്യായീകരിക്കുകയാണ്. എടോ, ഹി നിശ്ചയമായും അസന്യസ്ത സങ്കല്പ, സന്യാസ സങ്കല്പമില്ലാത്തവൻ യോഗി ഭവതി, യോഗിയാവില്ലല്ലോ. അപ്പോൾ ഒരാൾ കർമ്മയോഗി ആവണമെങ്കിൽ അയാൾക്കൊരു സന്യാസ സങ്കല്പം വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ അയാളെ സന്യാസി പറഞ്ഞത്. നീ നല്ലോണം ആലോചിച്ച് നോക്കൂ പാണ്ഡവ, നല്ലോണം ആലോചിച്ച് നോക്കൂ എന്ന് പറയുകയാണ്. അപ്പം സന്യാസം എന്ന് യാതൊന്നിനെ പറയുന്നുവോ അത് യോഗമാണ് എന്ന് അവിടെ അർജുനനെ വിളിക്കുന്ന പേരെന്താ? പാണ്ഡവ. പാർത്ഥ എന്നല്ല, കൗന്ദയ എന്നല്ല, പാണ്ഡവ എന്നാണ്. ഇവരെങ്ങനെയാ പാണ്ഡവരാകണത്? പാണ്ഡുവിന് മക്കളുണ്ടോ? പാണ്ഡുവിൻ്റെ സമ്മതത്തോടു കൂടി പാണ്ഡു പറഞ്ഞതിനനുസരിച്ച് കുന്തി സന്താനോൽപാദനം ചെയ്തതാണ്. അതുകൊണ്ട് അവർ പാണ്ഡുവിൻ്റെ മക്കളായിട്ട് പരിഗണിക്കപ്പെടും. നീയൊക്കെ പാണ്ഡവനായത് എങ്ങനെയാണോ അതുപോലെ യോഗം സന്യാസം. കുറച്ച് കടന്ന കൈയാണത്, അല്ലാണ്ട് ഇപ്പം അവിടെ പാണ്ഡവെന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ട്. ശരി. അപ്പോ യം സർവകർമ്മ തദ്ഫല പരിത്യാഗ ലക്ഷണം പരമാർത്ഥ സന്യാസം ഇതി പ്രാഹു ശ്രുതിസ്മൃതിവിദഃ യോഗം കർമാനുഷ്ഠാന ലക്ഷണം തം പരമാർത്ഥ സന്യാസം വിദ്ധി ജാനീഹി ഹേ പാണ്ഡവ. കർമ്മയോഗസ്യ പ്രവൃത്തിലക്ഷണസ്യ തദ്വിപരീതേന നിവൃത്തിലക്ഷണേന പരമാർത്ഥസന്യാസേന കീദൃശം സാമാന്യം അംഗീകൃത്യ തദ്ഭാവഃ ഉച്യത്തെ ഇതി അപേക്ഷായാം ഇദമുച്യത്തെ അസ്തി പരമാർത്ഥസന്യാസേന സാദൃശ്യം കർത്തൃദ്വാരകം കർമ്മയോഗസ്യ. യോ ഹി പരമാർത്ഥസന്യാസി സഹ ത്യക്തസർവകർമ്മസാധനതയാ സർവകർമ്മ തദ്ഫലവിഷയം സങ്കല്പം പ്രവൃത്തിഹേതുകാമകാരണം സന്യസ്യതി. അയമപി കർമ്മയോഗി കർമ്മ കുർവാണഃ ഏവ കർമ്മ ഫലവിഷയം സങ്കല്പ സന്യസ്യതി, സങ്കല്പം സന്യസ്യതി ഇതി ഏതമർത്ഥം ദർശയൻ ആഹ നഹി അസ്മാത് അസന്യസ്തസങ്കല്പഃ അസന്യസ്തഃ അപരിത്യക്തഃ ഫലവിഷയഃ സങ്കല്പഃ അഭിസന്ധിഃ യേന സഹ അസന്യസ്തസങ്കല്പഃ കശ്ചന കശ്ചിദപി കർമ്മി യോഗി സമാധാനവാൻ ഭവതി ന സംഭവതി ഇത്യർത്ഥഃ ഫലസംഗസ്യ ചിത്തവിക്ഷേപഹേതുത്വാത്. തസ്മാത് യഃ കശ്ചന കർമ്മി സന്യസ്തസങ്കല്പഃ സന്യസ്തഫലസങ്കല്പഃ ഭവേത് സ യോഗി സമാധാനവാൻ അവിക്ഷിപ്തചിത്തഃ ഭവേത് ചിത്തവിക്ഷേപഹേതോഃ ഫലസങ്കല്പസ്യ സന്യസ്തത്വാത് ഇത്യഭിപ്രായഃ. ഏവം പരമാർത്ഥസന്യാസകർമ്മയോഗയോഃ കർത്തൃദ്വാരകം സന്യാസസാമാന്യം അപേക്ഷ്യ യം സന്യാസമിതി പ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ ഇതി കർമ്മയോഗസ്യ സ്തുത്യർത്ഥം സന്യാസത്വമുക്തം. യം സർവകർമ്മ തദ്ഫല പരിത്യാഗലക്ഷണം പരമാർത്ഥസന്യാസം ഇതി പ്രാഹു ശ്രുതിസ്മൃതിവിദഃ യോഗം കർമാനുഷ്ഠാനലക്ഷണം തം പരമാർത്ഥസന്യാസം വിദ്ധി ജാനീഹി ഹേ പാണ്ഡവ. അപ്പോൾ യം യാതൊന്നിനെയാണോ സർവകർമ്മ തദ്ഫല പരിത്യാഗലക്ഷണം പരമാർത്ഥസന്യാസം ഇതി പ്രാഹു, പരമാർത്ഥത്തിൽ ശാസ്ത്രത്തിൽ സന്യാസം എന്ന് എന്തിനെയാണോ പറയുന്നത്, എന്തിനെയാ പറയണത്? സർവകർമ്മ തദ്ഫല പരിത്യാഗം, സർവകർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നു, അതിൻ്റെ ഫലത്തെ ഉപേക്ഷിക്കുന്നു, അങ്ങനെ സമ്പൂർണമായി കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്.
നിത്യ നൈമിത്തിക കാമ്യ പ്രായശ്ചിത്ത എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിച്ചു. എനിക്കെന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യണില്ല. പിന്നെ ശരീരയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമേ അവൻ തനിക്കായി ചെയ്യുന്നുള്ളൂ. അവിടെയും തനിക്കായി എന്നുള്ള ഭാവനയൊന്നുമില്ല, ഒക്കെ നടക്കുകയാണ്. അപ്പം അങ്ങനെ സർവകർമ്മ തത്ഫല പരിത്യാഗ ലക്ഷണമാണ് വാസ്തവത്തിൽ സന്യാസം. അങ്ങനെയാണ് ശ്രുതി സ്മൃതി വിത്തുകളൊക്കെ പറയുന്നത്, ശ്രുതി സ്മൃതികളെ അറിഞ്ഞ വിദ്വാൻമാർ പറയുന്നത്. അതിന് കർമാനുഷ്ഠാന ലക്ഷണമായിരിക്കുന്ന യോഗം അതുതന്നെയാണെന്ന് നീ മനസ്സിലാക്കിക്കോളൂ. കർമാനുഷ്ഠാനമാകുന്ന യോഗവും കർമ്മസന്യാസം തന്നെ എന്ന് നീ മനസ്സിലാക്കിക്കോളൂ. ഹേ പാണ്ഡവ, ജാനീഹി, നീ മനസ്സിലാക്കിക്കോളൂ. അപ്പം അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്, അതെങ്ങനെയാ, അത് രണ്ടും രണ്ടല്ലേ, വിപരീതല്ലേ എന്ന്. ആ ചോദ്യവും അതിനുള്ള മറുപടിയാണ് തുടർന്ന് അല്പം കഴിഞ്ഞ് പഠിക്കാം. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം